ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പോൾ ഇതാ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, 11K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ 12K സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് കേട്ടോ നമുക്ക് 12K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. കുറേ പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് വാട്സപ്പ് നമ്പർ തപ്പി പിടിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് കുറേ പേര് ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ പൊട്ടത്തരത്തിനും എൻ്റെ കുറ്റം പറയുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്, പോസിറ്റീവ് പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു നിങ്ങളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ 12K വന്ന് നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈകാതെ തന്നെ 100K അടിക്കണം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ Q&A സെക്ഷനാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 4K ആയെന്ന് 4K ആയെന്ന് നമ്മൾ Q&A സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 10 മിനിറ്റ് മീൻസ് ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഇന്നിതാ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസ്, എല്ലാതൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ ഞാനിതവിടെ ദിപ്പച്ചിൻ്റെ ഫോണാണ് കേട്ടോ, ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ 2 ദിവസം മുന്നേ, 2 ദിവസമല്ല, ഇന്നലെ രാത്രിയാണ് തോന്നുന്നുണ്ട്, ഞാൻ രാവിലെ ഈവനിങ് ആണ് തോന്നുന്നുണ്ട്, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 10K പ്രമാണിച്ചിട്ട് നമുക്കൊരു Q&A ചെയ്യാം, അപ്പം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. 2 കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാലും ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ എനിക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കമൻറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പേരും പറയട്ടോ എന്നാൽ. ഓക്കെ, അപ്പോൾ ആ കമൻറ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. ഇൻഷാ അല്ലാഹ് ടൈം ഉണ്ടല്ലോ, നമുക്ക് ആക്കം പോലെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം കേട്ടോ. 10ഓ ഒരു 9ഓ 8ഓ ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ദിൽബിന്ദിയ എന്നാണ് കേട്ടോ. ചാനലിൻ്റെ പേര് വ്ളോഗർ പാത്തു എന്നാണ്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏതാ ചൂസ് ചെയ്യാം. പക്ഷേ കുറേയൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ചോദിച്ചത് ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒറ്റതിന് ഞാൻ ആൻസർ പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് അനുബന്ധിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ലവ് സ്റ്റോറിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനൊരു ക്ലാരിറ്റി ഇപ്പോൾ തരാം. ലവ് സ്റ്റോറി നമ്മൾ എന്തായാലും ഇപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടി ഒപ്പം ഇരുന്നിട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും നമ്മൾ ലവ് സ്റ്റോറി പറയുന്നുണ്ടാവില്ല കേട്ടോ. കാരണം പുള്ളിക്കും വന്നിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം എൻഗേജ്മെൻ്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ വ്ളോഗിലൊന്നും അധികം കൊണ്ടുവരാത്തതാണ്. നമുക്ക് അധികം പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഒക്കെ ഇക്കാനെ പറ്റിയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയിലാണ് പഠിക്കുന്നതെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു. ഞാൻ +2 കഴിഞ്ഞു, ഡിപ്ലോമ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഫാർമക്കോളജി. ഇപ്പം എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു, ട്രെയിനിങ്ങിന് കയറിയാൽ മതി. ഞാനിപ്പം ട്രെയിനിങ്ങിനൊന്നും കയറാതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അതാണ് എൻ്റെ എഡ്യൂക്കേഷൻ വന്നിട്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എഡ്യൂക്കേഷൻ. ഞാൻ ഫാർമക്കോളജിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ക്ലിയർ ആയില്ലേ. അടുത്തത് ചെക്കൻ എന്താണ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ വുഡ്ബിനെ കെട്ടാൻ വന്ന് എൻ്റെ വുഡ്ബി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. എനിക്കിപ്പോൾ വന്നിട്ട് മലപ്പുറത്ത് ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ദുബായിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം അതും ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. കുറേ പേര് ചോദിക്കുന്നത് ഞാനും എനിക്ക് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ആണ്, ഒരു ക്ലാസ്സിൽ പഠിച്ചതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിച്ചതൊന്നുമല്ല, ഞങ്ങൾ കണ്ടുമുട്ടിയത് തന്നെ അങ്ങാടിയിൽ നിന്നാണ്. അങ്ങാടി മീൻസ് എത്രയോ കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത്. എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം അങ്ങനെ ഒരാളുണ്ടെന്ന് അറിയുന്നത് തന്നെ ഞാൻ എത്രയോ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതൊക്കെ വലിയ സ്റ്റോറിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിധി ഉണ്ടെങ്കിൽ നമ്മളൊപ്പം ഇരുന്ന് പറയുന്നതായിരിക്കും. രണ്ടാളും ഒപ്പം ഉണ്ടാവുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതൊന്നും പറയാത്തത്. അപ്പം രണ്ടാളും ഒപ്പം പഠിച്ചതൊന്നുമല്ല. പിന്നെ ഞങ്ങളെ രണ്ടാളെ ഏജ് വന്നിട്ട് ഞാൻ 19ഉം ഇക്ക വന്നിട്ട് 23 കേട്ടോ. 23 കഴിഞ്ഞ് ഇനി വരുന്ന മാർച്ചിക്ക് 24 ആവാൻ വേണ്ടിയിട്ട് പോവാണ്. 19ഉം 24ഉം അല്ല 23. പിന്നെ കല്യാണം എപ്പോഴാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. കല്യാണം ഇൻഷാ അല്ലാഹ് ആഫ്റ്റർ 2 ഇയേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം ഇപ്പം എനിക്കും കുറച്ച് ടൈം വേണം, പുള്ളിക്കും കുറച്ച് ടൈം വേണം, നമ്മുടെ വീട്ടിലും കുറച്ച് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും 2 വർഷത്തിന് ശേഷമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മാരേജ് ഉണ്ടാവാം.
പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയത് യൂസർ VS2ST4ZE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസറാണ് കേട്ടോ. അപ്പം ചോദിച്ചിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയെന്നുള്ളതാണ്. ഞാനൊരു 10th പഠിക്കുന്ന ടൈമിലാണ്. പുള്ളിക്കാരൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയതാണ്. ഫസ്റ്റ് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അതൊരു റിലേഷനിലേക്ക് പോവായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹായ് തരുമോ, നെയിം പറയണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, സഫ മിന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹലോ സഫ മിന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ തപ്പി പിടിച്ചെടുക്കുകയാണ് ഗൈസ്, കിട്ടുന്നില്ല, എവിടേക്കേ പോയി കിടക്കുകയാണ്. റംസീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. താത്താൻ്റെത് ലവ് മാരേജ് ആണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കുമ്പോൾ ഫാമിലിയുടെ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, തനിക്ക് ഇത് പബ്ലിക് ആയി കല്യാണത്തിന് മുമ്പ് തന്നെ പറയുമ്പോൾ ഫാമിലി ഒക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഇൻ്റെത് ഒരു ലവ് മാരേജ് ആണെന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയുമ്പോൾ നെയ്ബേഴ്സ് അതുപോലെ തന്നെ ഫാമിലീസൊക്കെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ പ്രേമം ഉണ്ടാകുന്നത് ഒരു പൊതുവേ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ ഉപ്പായാലും എൻ്റെ അമ്മായാലും പ്രേമിച്ചിട്ടുണ്ട്. പക്ഷേ ലവ് മാരേജ് അല്ല, അവരുടെ കുട്ടിക്കാലത്തിൽ അവർ പ്രേമിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു 100% ആൾക്കാരും പ്രേമിച്ചിട്ടുള്ള ആൾക്കാരാണ് ചെറുപ്പത്തിൽ. അപ്പം ഈ പ്രേമം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നമ്മൾ പ്രേമിച്ച ആളെ തന്നെ കല്യാണം കഴിക്കുന്നത് ഹറാം ടു ഹലാലിലേക്കാണ് പോകുന്നത്. അപ്പം അത് വലിയ തെറ്റൊന്നും അല്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് ഈ നെയ്ബേഴ്സിനൊന്നും നോക്കി നടക്കുന്ന ഒരാൾക്കാരല്ല. നമുക്ക് നമ്മളെ കാര്യം അങ്ങനെ ചിന്തിച്ച് നടക്കുന്നതാണ്. നമ്മളാരും അങ്ങോട്ടും ചോദിക്കാൻ പോകില്ല, ഇങ്ങോട്ടും ചോദിക്കാനായിട്ട് വരാറുമില്ല ആരും. നമ്മളെ കാര്യം നമ്മളെ ഇഷ്ടങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് കേട്ടോ. ഇപ്പം ആയാലും ഉമ്മ ആയാലും എൻ്റെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിലും താത്ത ആണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെ കാര്യം നോക്കിയിട്ട് ജീവിക്കുക. ആരാൻ്റെയൊക്കെ നമുക്ക് നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളതും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നവരെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കാരണം നമ്മളങ്ങോട്ട് പോവാറില്ല. ഇപ്പോൾ ഈ പുറത്തിറങ്ങി പോയിട്ട് ബാക്കിയുള്ളവർ കാര്യം അന്വേഷിക്കുക അങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല. ചെറുപ്പം മുതൽ എൻ്റെ അമ്മായാലും എൻ്റെ ഉപ്പായാലും ചെയ്ത് ഞങ്ങൾ ഇന്നവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും അത് ശീലമില്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മറുപടി കൊടുക്കും. അതുപോലെ തന്നെ നമ്മളായിട്ട് ആരുടെ അടുത്തേക്കും ഇടപെടാനും പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ഒരു പേടിയും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ലവ് മാരേജ് എനിക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് വീട്ടിൽ വന്ന് പറയാമായിരുന്നു. അപ്പം അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആ കുട്ടീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കട്ടെ കേട്ടോ, അത് പോയി. പിന്നെ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ പബ്ലിക്കായി പറയുമ്പോൾ ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും ആക്ച്വലി നമുക്ക് നമ്മൾ സ്നേഹിച്ച ആളായിട്ട് ഒരു വട്ടേ നമുക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അത് പഠിച്ചവനെ ഹലാലാക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചവനെ ആകട്ടെ. അപ്പോൾ ആ ഒരു എൻഗേജ്മെൻറ്റ് എനിക്ക് എൻ്റെ പ്രോഗ്രാമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ചോദിച്ചിട്ടും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും വീഡിയോ എടുത്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത്. ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ബാഡായിട്ടോ റൂഡായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ആരുടെ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇക്കാൻ്റെ അടുത്തുനിന്നാണെങ്കിലും ഉണ്ടായിട്ടില്ല, ഫാമിലീൻ്റെ അടുത്തുനിന്നാണെങ്കിലും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. വീഡിയോ എടുത്തോ അപ്ലോഡ് ചെയ്യും, എന്താ പറയുക, സപ്പോർട്ടീവാണ് എല്ലാത്തിനും. അപ്പം ഇന്നേ വരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഏതോ ഒരു പുസ്തകപ്പൂയൊക്കെ ചോദിച്ചിരിക്കണം കേട്ടോ എന്നോട്. പൂവി എന്ന് തമാശക്ക് പറഞ്ഞ കേട്ടോ, പൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവി 4809 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ ചോദിച്ചിട്ടുണ്ട്. 10th റിസൾട്ട് +2 റിസൾട്ട് ഹസ് ജോബ്. 10th റിസൾട്ട് എനിക്ക് 5 A+ ഉണ്ടായിരുന്നു. +2 റിസൾട്ട് വന്നിട്ട് 3 A+ എങ്ങാണ്ടാണ് ഉണ്ടായിരുന്നത്. 3 A+3 2 A+ എങ്ങാണ്ടാണ് ഉണ്ടായിരുന്നത്. ഹസിൻ്റെ ജോബ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഞാൻ വല്ല പടമൊന്നും അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ചിട്ട് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, ദിൽറുബ ആരാണ് നിങ്ങളെ ബാബു ആയിട്ട് എന്താണ് റിലേഷൻ? ഇത് കുറേ പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദിലു ആരാണ് ദിലു എൻ്റെ ഇപ്പ
ദിലു എൻ്റെ ഇപ്പാൻ്റെയും ഇമ്മാൻ്റെയും മൂത്ത കുട്ടിയാണ്. അതായത് എൻ്റെ മൂത്ത താത്ത. എനിക്ക് ആകെ കൂടി ഓളന്നെ ഉള്ളൂ താത്തായിട്ട്. പിന്നെ 2 അനിയന്മാരാണ്. അപ്പോൾ ഓളിൻ്റെ സ്വന്തം ബ്ലഡ് റിലേഷനാണ് കേട്ടോ. എൻ്റെ സ്വന്തം താത്തയാണ്. ബാബു ഓളെ ഹസ്ബൻഡാണ്. അതായത് എൻ്റെ അളിയാങ്കയാണ്. പക്ഷെ എനിക്ക് അളിയാങ്ക ഒന്നല്ല കേട്ടോ, എൻ്റെ സ്വന്തം ബ്രദർ പോലെ തന്നെ ആണ്. അപ്പം ആ ഡൗട്ട് തീർന്നില്ല. ഇനി ആരും ആ ചോദ്യം ചോദിക്കരുത് കേട്ടോ, കാരണം ഇത് കുറേ ആയി ദിലു ആരാന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ ഓളിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വീട്ടിൽ റിലേഷൻ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നോന്നു. നോർമലി എല്ലാ പെൺകുട്ടികൾക്ക് കിട്ടുന്ന പോലെ എനിക്കും അടിയും ചവിട്ടും മാന്തലും പിച്ചലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഘട്ടം വരെ. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇതിമെന്ന് വേറിടില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തന്നെ മുൻകൈ എടുത്ത് നടത്തി തരുമായിരുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സിൻസിയർ ആണെന്ന് മനസ്സിലായപ്പോൾ അവർ ഇപ്പിമ്മയും അവിടുത്തെ പിമ്മയും ഒക്കെ കൂടി സംസാരിച്ച് തീരുമാനിക്കായിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ തുടങ്ങിയോ? ആക്ച്വലി ഈ ക്വസ്റ്റ്യന് ആൻസർ പറയരുത് എന്നാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട് യൂട്യൂബിൽ തോന്നുന്നുണ്ട്. ഇതുവരെ അങ്ങനെ അത് മണീൻ്റെ കാര്യമൊന്നും വീട്ടിൽ നിന്ന് പറയരുത് എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് എനിക്കതൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എൻ്റെ അക്കൗണ്ട് മോണിസേഷൻ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. പക്ഷേ സാലറി ഇത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് മോണിസേഷനാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് റഷീദ് ടി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണോ യൂസർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത്താക്ക് പ്രപ്പോസൽ കിട്ടിയപ്പോൾ ഇത്താടെ റിയാക്ഷൻ. ബിഫോർ 4 years ഞാൻ അന്ധകാലത്തിലേക്ക് പോയി. എന്നെ അന്ധകാലം ഓർമ്മിപ്പിച്ചു നിങ്ങൾ. എനിക്ക് വയ്യ. ആക്ച്വലി ഇന്ന് അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഫുള്ള് ഓൺലൈൻ റിലേഷൻഷിപ്പായിരുന്നു. കൊറോണയുടെ ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തമ്മിൽ മീറ്റ് ചെയ്യണതിന് നമ്മൾ റിലേഷൻ ആയി കഴിഞ്ഞതിന് ശേഷമാണ്. ഫസ്റ്റത്തെ മീറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആളെ. ആൾ കേൾക്കണ്ട. ഫസ്റ്റത്തെ മീറ്റിൽ എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളിത് ഓൺലൈനിൽ കണ്ടിട്ടാണല്ലോ മെസ്സേജ് അയക്കുന്നത്. പക്ഷേ ഒന്നും ചെയ്യാതാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആളോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്, എനിക്ക് പറ്റിയൊരു പാർട്ട്ണറാണെന്ന് തോന്നിയപ്പം ഞാനും സ്നേഹിച്ച് തുടങ്ങി. രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഹലാലായൊരു ബന്ധമുണ്ട് കൂടെ. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചപ്പം അങ്ങനെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് ഡയറക്റ്റ്ലി ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഓക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണല്ലോ. ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഇങ്ങനെ ഒരാൾ ഡെയിലി മെസ്സേജ് അയക്കുന്ന ഒരാൾ, ഡെയിലി എല്ലാം പറയുന്ന ഒരാൾ വന്നിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം ഓക്കെ കഴിച്ചോളൂ ആ ഒരു ഇതിൽ പറഞ്ഞു കേട്ടോ. പിന്നെ ആണ് നമ്മൾ, പക്ഷേ നമ്മൾ യെസ് പറഞ്ഞപ്പോഴൊന്നും നമ്മൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 month ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ ആ ഒരു ഇത് ബോണ്ട് വർക്കായി തുടങ്ങിയത്. ഇപ്പം അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു കേട്ടോ ഇന്നെ പ്രപ്പോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കട്ടോ. എന്താണെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ, ഞാൻ 3 കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. 3ലും കൂടി ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിക്കുമായിരുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സജിത സാലിഹ് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് വന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓൾ ചോദിച്ചിട്ട്. ഫസ്റ്റത്തേത് ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി നമ്മൾ വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അത് പറയുന്നില്ല. രണ്ടാമത്തേത് ഗ്രൂമിൻ്റെ നെയിം വന്നിട്ട് അനസ് എന്നാണ്. പ്ലേസ് വന്നിട്ട് മലപ്പുറം തന്നെയാണ്. ജോബ് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് മാത്രമേ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊന്നും നോക്കണ്ട. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പിന്നെ അജ്ന ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു 10 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 10 ക്വസ്റ്റ്യനിൽ കുറേ എണ്ണം കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇപ്പോൾ ആൻസർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ലവ് മാരേജ് ആയിരുന്നു എന്നാണ്. അതായത് ദിലു ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിലുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാബുവിന് ദിലുവിനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നൊരു വിവാഹമാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ സൂപ്പർ കപ്പിൾസായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ലുക്കിലും ഒന്നും അല്ല കാര്യം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ അവരുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നത്. എനിക്കൊക്കെ ആഗ്രഹമാണ് കേട്ടോ അതേപോലെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവള് നല്ല പറന്നാണ് നടക്കുന്നത്. ഞാനും പറഞ്ഞൊക്കെ നടക്കുന്നത്. പക്ഷെ ഓളെ പോലെ നടക്കാൻ ഒരു ലക്ക് വേണം. അങ്ങനത്തെ ഒരു
ഫ്യൂച്ചറിൽ അങ്ങനത്തെ കിട്ടുകയാണെങ്കിൽ ബാബുവിൻ്റെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടണം. ഭയങ്കര ലക്കിയാണ് കേട്ടോ ആ ഒരു കാര്യത്തിൽ അവള്. പിന്നെതാ ലവ് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. നമ്മളെ കയ്യിൽ നിന്ന് ഒരു വട്ടം വഴുതി തെന്നിപ്പോയതാണ്. പക്ഷേ പഠിച്ചവൻ്റെ ഒരു വിധി ഉള്ളത് കൊണ്ടാവാം നമുക്കത് പിന്നെയും തിരിച്ച് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് സ്ട്രഗിളിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇന്നെ വീട്ടിൽ പൂട്ടിയിട്ട ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ കുറച്ച് സീൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് ലവ് സ്റ്റോറി പറയുന്ന ടൈമിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ എന്നെ വീട്ടിൽ നിന്നൊന്നും പുറത്തേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം സക്സസ് ആവുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അൽഹംദുലില്ലാ പഠിച്ചവൻ എനിക്ക് തന്നു ഫൈനലി. പിന്നെ അതാ റാഹില റിയാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താത്താണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാം. വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നാണമാവാറില്ലേ? അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഒന്ന് പറയുമോ? ആക്ച്വലി ഞാൻ പറയട്ടെ, ഞാൻ കൂടുതലും വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ആദ്യമൊക്കെ വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത്. വ്ളോഗ് ആയാലും ഷോർട്സ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇടുന്നത്. വ്ളോഗിൽ കൂടുതലും ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. പക്ഷേ കുറച്ച് ടൈമാണ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വോയിസ് ഓവർ ഒരു മേന കിട്ടുന്നില്ല. നമ്മൾ വ്ളോഗൊക്കെ ആകുമ്പം സഡൻ ആ ഒരു വർത്താനമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈവ് വ്ളോഗ് എടുത്ത് ഷൂട്ട് ചെയ്യണം. അതാണ് രസം. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്ന ഒരു വ്ളോഗായിട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഈ സംസാരം കൊടുക്കുമ്പോഴാണ് എനിക്ക് രസം വരുന്നത്. നമ്മൾ എക്സ്ട്രാ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ ഒരു രസം കിട്ടുന്നില്ല, ഒരു മേന കിട്ടുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കൽ, വ്ളോഗിലൊക്കെ ഓൺ വോയിസ് കൊടുക്കൽ മാക്സിമം കുറച്ചിട്ട് ഇപ്പം ഞാൻ ലൈവായിട്ടാണ് ഓൺ വോയിസ് വ്ളോഗ് ഷൂട്ട് ചെയ്യാറ്. ഇപ്പം മടി ഉണ്ടോ ചോദിച്ചാൽ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുമ്പോൾ എനിക്ക് മടിയാണ്. പക്ഷേ നമുക്ക് പ്രൈവസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഇങ്ങനെ ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കേട്ടോ പറയൽ. അതിനൊന്നും ഇപ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു, ഇപ്പോൾ കുറേ മാറി വരുന്നുണ്ട്. പിന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് എൻ്റെ ഏജ് ഓൾറെഡി പറഞ്ഞു. ഹൈറ്റ് വെയിറ്റ് എത്രയാ? സത്യം പറഞ്ഞാൽ എൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. വെയിറ്റ് വന്നിട്ട് 48 അങ്ങനെ എന്തോ ഉള്ളൂ. ഞാൻ ഭയങ്കര വെയിറ്റ് കുറവാണ്, എനിക്ക് എല്ലാവരും പറയലുണ്ട്. പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് വന്നിട്ട് മലപ്പുറം ഇരുമ്പുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിൽ ഉപ്പ, ഉമ്മ, ഞാൻ, താത്ത, 2 അനിയന്മാർ. ഞങ്ങളൊരു കൊച്ചു ഫാമിലിയാണ്. പിന്നെ ഇപ്പോൾ അളിയനും ഇടയ്ക്കിടയ്ക്ക് വരുമ്പം നമ്മളൊരു മെമ്പേഴ്സും കൂടിയാണല്ലോ. അപ്പോൾ അളിയനും ടോട്ടൽ 7 ആൾക്കാരും. പിന്നെ എൻ്റെ പ്രാണനാഥനും കുട്ടി 8 ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മളെ മെമ്പേഴ്സ് ഉള്ളത്. പിന്നെ ഫസ്റ്റ് മീറ്റ് എക്സ്പീരിയൻസ് പറയുമെന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഇതൊരു യൂസർ ഐ ഡി ആണ് കേട്ടോ, പേര് പറയാൻ വയ്യ. ഹന്ന പർവീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഫസ്റ്റ് മീറ്റ് എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഫസ്റ്റ് മീറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫുള്ള് ഓൺലൈൻ റിലേഷനായിരുന്നു. കൊറോണൻ്റെ ടൈമിലായിരുന്നു. ഓൾറെഡി എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ ലവറായിരുന്നു. പിന്നെ നമ്മളൊരു ബ്രേക്കപ്പും ആൾക്കും എനിക്കൊരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം നമ്മളധികം മീറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു മീറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റിലേഷൻ ആയ ശേഷമാണ് നമ്മൾ നേരെ അടുത്തുനിന്ന് കാണുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങി. ഇപ്പം എൻ്റെ ജീവനാണ്. അപ്പം അത്ര. പിന്നെ 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആരാന്ന്. അങ്ങനെ ആരും ഇൻസ്പിറേഷൻ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇൻകമാണ്, പൈസക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ചോറോ സാമ്പാറോ ഒന്നും കിട്ടുന്നില്ല യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻകം തന്നെ. നമുക്കൊരു ചാനൽ അതൊന്ന് റീച്ച് ആവണം, അല്ലെങ്കിൽ അതിനൊരു സ്വന്തം എന്ന് പറയാൻ ഒരു ഇൻകം കിട്ടണം. ഞാനിപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഞാൻ ക്രാഫ്റ്റ് വർക്കറാണ്. എൻ്റെതായ ഇതിൽ ഞാൻ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ കൂടി ഞാൻ സ്വന്തം കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു സാമ്രാജ്യം എനിക്ക് ഉണ്ടാക്കണം. ഐസപ്പിൻ്റെ ഫോണൊന്ന് ചെറുങ്ങനെ വീണ് കേട്ടോ, ചെറുങ്ങനെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. അപ്പം ക്വസ്റ്റ്യൻ വന്നിട്ട് എനിക്ക് പനിക്കുണ്ട്, അതാണ്ടോ ക്ഷീണം. നിങ്ങളുടെ ഹസ്ബൻഡിനെ കണ്ടത് എവിടെ വെച്ച്, എത്ര വയസ്സിൽ? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടത് കൊട്ടപ്പടി വെച്ചിട്ടാണ്. മലപ്പുറം കൊട്ടപ്പടി ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ കാണുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലവറായിട്ടാണ് കേട്ടോ കാണുന്നത്. അന്ന് 4 വർഷം മുന്നേ കേട്ടോ. ഇപ്പം എൻ്റെ എല്ലാമാണ്. അപ്പം എത്ര വയസ്സിലാണിത് കാണുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 19-ാം വയസ്സിലായിരിക്കും. അപ്പം ഇപ്പം എനിക്ക് 19 ഉണ്ട്, 18, 17, 16,
15. ഒരു 16-ാം വയസ്സിലാണ് കാണുന്നതെന്ന് തോന്നുന്നുണ്ട്. മൂപ്പർക്ക് ഒരു 19 വയസ്സും അപ്പോഴാണ് കാണുന്നത് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കണ്ടിരുന്നത്. പിന്നെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ നെയിം പറയോ പ്ലീസ്. മുബഷിറ പട്ടാമ്പി. ഹലോ മുബഷിറ പട്ടാമ്പി. യുവർ 10th. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് യുവർ 10th ആൻഡ് +2 സ്കൂൾ നെയിം. ഞാൻ 10 വരെ പഠിച്ചത് മലപ്പുറം കോട്ടപ്പടി ഗേൾസിലാണ്. +2 +1 പഠിച്ചത് മലപ്പുറം അത്താണിക്കൽ MAC സ്കൂളിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എൻ്റെ പഠിക്കാൻ പോകണ്ടോന്നോ, അതിനെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? പഠിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പഠിപ്പ് +2 കഴിഞ്ഞപ്പോൾ നിർത്തിയ ആളാണ്. പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇൻഷാ അല്ലാഹ് ദുബായി പോകുന്നുണ്ട്. പിന്നെ അസിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അസിൻ്റെ വീട്ടിൽ അസിൻ്റെ അനിയനുണ്ട്, 2 ഇത്താത്തമാരുണ്ട്, പിന്നെ ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ. ഞാൻ അങ്ങനെ എന്നിട്ട് വിളിക്കൽ എനിക്ക് അങ്ങനെ ശീലമായിപ്പോയി. ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ പിന്നെ 2 ഇത്താത്തമാരുണ്ട്. ഒന്ന് മുത്തു, ഒന്ന് ബേബി. പിന്നെ എൻ്റെ അവിടുത്തെ അനിയൻ്റെ, അതായത് മൂപ്പര അനിയൻ്റെ പേര് ഷാനുപ്പ എന്നാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പാക്ക് എന്താ ജോബെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ കറൻ്റ് ഇവിടെ നിൽക്കുന്ന ഒരാളല്ല, അപ്പോൾ തൃശ്ശൂരിലുള്ള ആളാണ്. ഇപ്പാൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാസം വന്നു പോകുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് അവിടെ സ്ക്രാപ്പിൻ്റെ പരിപാടിയാണ് കേട്ടോ. പിന്നെ അതുമല്ല ചെറുങ്ങനെ പല പരിപാടിയായിട്ടും നടത്തുന്നുണ്ട്. നമ്മൾ ഈ പഴയ വീടൊക്കെ എടുത്തിട്ട് പൊളിക്കൂലേ, അതിൻ്റെ ഈ ജനൽ കട്ടില അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ സ്ക്രാപ്പിൻ്റെ പരിപാടി സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അമ്മോനും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ റിയൽ നെയിം എന്താണെന്ന്. അപ്പം എൻ്റെ റിയൽ നെയിം വന്നിട്ട് ദിൽബിന്ദിയ എന്നാണ് കേട്ടോ. ഹിന്ദി പേരാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ എവിടെ അത് സംബോധന ചെയ്യാത്തത്. ദിൽബിന്ദിയ എന്നാട്ടോ പേര് വന്നിട്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ Q&Aയിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസ്. പിന്നെ ഒക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മുന്നേ ഒരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വെറൈറ്റി ആയിട്ട് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കവർ ചെയ്തിട്ടില്ലേ തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞോട്ടോ. ഒരു 15K ഫാമിലി ഒക്കെ ആകുമ്പോഴേക്കിന് നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ മെമ്പേഴ്സ് കൂടും. അപ്പം അവരുടെയും കൂടി താല്പര്യം അനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് സബ്സ്ക്രൈബേഴ്സിൽ നിൽക്കുന്നത്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ഇട്ട് ഈ ഒരു നിലയിലെത്തുക എന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യമാണ്. കാരണം അത് ഓരോ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് അറിയാം അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ. മേ ബി നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ 2 GB 3 GB നെറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കൂടി നമ്മളെ ടൈം